ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഒന്ന് 6:49 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഊബർ ഓൺ ആക്കണില്ല, ചെറിയൊരു വിശപ്പുണ്ട്. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ബോംബെ കാഫേൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ഓണാക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടാണ്. 6:49 ആയിട്ടുണ്ട് സമയം. വണ്ടി ഞാൻ ഡെയിലി ഒന്ന് വെള്ളം പാരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നോ ഇപ്പോൾ ഉണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ അഴുക്ക് പിടിക്കൽ തുടങ്ങി. ഡെയിലി കുറച്ച് ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ പിന്നെ ഇത്ര ഇതുണ്ടാവില്ല. മറ്റേത് ആഴ്ചയിൽ നല്ലോണം ചളി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ നമ്മൾ രാത്രിയാണ് വരുന്നത്. പിന്നെ കൈകാലിലൊരു ഇതൊന്നും ഉണ്ടാവില്ല വണ്ടി കൈകാൻ. പിന്നെ രാവിലെ എണീറ്റാൽ കുളിക്കാൻ തന്നെ തോന്നണില്ല തണുത്തിട്ട്. എങ്ങനെയൊക്കെയാണ് കുളിച്ച് പോരുകയാണ്. അതിൻ്റെ ഇടയിൽ വണ്ടി കൈകാലൊന്നും നടക്കൂല. ഏതായാലും പോയി ചായ അടിക്കട്ടെ. നമ്മളെ കട തുറന്നിട്ടുണ്ട്. ഇതാണ്ടോ നാടൻ ബോംബെ കഫേയാണിത്. അതിന് നേരെ മുമ്പിൽ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ സമയം 7:48 ആയിട്ടുണ്ട്. നമ്മളവിടുന്ന് വെല്ലം ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. വള്ളത്തോളെത്താനായി. അപ്പോൾ ഇനി നേരെ കാക്കനാട് പോയേക്കാം. ഒരു സ്ഥലത്ത് ഒരു 15-20 മിനിറ്റ് നിന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വണ്ടി ചിലപ്പോൾ എടുക്കുമ്പോഴൊക്കെ അടുത്ത ട്രിപ്പ് അടിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാം. കുറച്ച് CNG പോയാലും കുഴപ്പമില്ല. 2 പുള്ളി കേട്ടോ CNG. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ പമ്പിലേക്ക് ഇങ്ങനെ പോവാം. ആ ഗ്യാപ്പിൽ ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോടാം. പോകുന്നതിനൊരു ലക്ഷ്യം ഉണ്ടായിക്കോട്ടെ. ബാക്കിലുണ്ട് കേട്ടോ ഒരു CNG പമ്പ് നമ്മളെ HMT. പക്ഷെ ആ ഭാഗത്തേക്ക് പോയാൽ ട്രിപ്പ് അടി കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് കാക്കനാട് ഭാഗത്തേക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഒരു ഭാരത് മാതാ കോളേജിൻ്റെ അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. അരുണ എന്നാണ് പേര്. എടപ്പള്ളിക്ക് കണ്ട് ആളിവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം, ആളെ പിക്കാൻ പോവാം. ഫസ്റ്റത്തെ ട്രിപ്പ് ലേഡീസ് ഹോസ്റ്റലിനാ. ഇവിടെ ലേഡീസ് ഹോസ്റ്റലുണ്ട്. SFS ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ SFSന്റെ ഫ്ലൈറ്റ് ഉണ്ട്. ഇതെന്താ ഞാൻ വായിക്കണില്ല. ആള് ഇവിടെ കാണുന്നില്ല. ഈ ഭാഗത്താട്ടോ. SFS അല്ല തോന്നുന്നുണ്ട്. ലേഡീസ് ഹോസ്റ്റലിനാവും. ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇവിടെ സൈഡാക്കിയിട്ട്. അല്ല, ഇത് ഓപ്പൺ അല്ലല്ലോ. ഗേറ്റ് ചെങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട്, ചെയിൻ ഇട്ടിട്ടുണ്ട്. SFS തന്നെ ആവും. ഒന്ന് വിളിച്ചു നോക്കട്ടെ. പരസ്യങ്ങളിൽ നിന്നോ അജ്ഞാത ഗ്രൂപ്പുകളിൽ നിന്നോ നിക്ഷേപ ടിപ്സുകൾ ഒരിക്കലും സ്വീകരിക്കരുത്. നിങ്ങളുടെ കൊളട്ടായല്ലോ. ബേക്കിലൊരാളിങ്ങനെ നിക്കുന്നുണ്ട്. ബനിയന്. വണ്ടി തിരിച്ചു അവിടെ ഞാൻ ഓക്കെ. ആ ആളെന്നെ കേട്ടോ. ബനിയനെ കിട്ടാണ്ട നിക്കണേ. എന്ത് സംഭവം എന്നാവും. അപ്പേ ആള് ബാക്കിലുണ്ട്. ഞാൻ പോയി വണ്ടി ഓടിക്കട്ടെ. അതെ, നമ്മളെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ടോ. അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു. അത് നമുക്ക് വേണ്ടപ്പെട്ടൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു ട്രിപ്പായി പോയി. അത് എൻ്റെ ഉമ്മാക്ക് ഒരു സഹായമുള്ള ഒരു രീതിയിലുള്ളൊരു കസ്റ്റമർ ആയിരുന്നു. അപ്പോൾ ഞാൻ ആളെ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആളെ നമ്പർ തന്നിട്ടുണ്ട്. ഉമ്മാനോട് വിളിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഉമ്മാക്കൊരു ഹെൽപ്പ് ആവണ ഒരു തരമുള്ളൊരു കസ്റ്റമറാണ്. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് നമുക്ക് അങ്ങനെ ഒരു ഇതായി. അപ്പോൾ ഏതായാലും പോട്ടെ. ആൾ എന്നിട്ട് ടിപ്പൊക്കെ തന്നിട്ടോ. 180 ആയിരുന്നു. 20 രൂപ ടിപ്പ് വന്നു. 200 തന്നത്. നമ്മളെ ലാസ്റ്റ് കസ്റ്റമർ ആട്ടെ മണ്ടുന്നത്. ആളിവിടെ സൈസ് സർവീസ് ഇതുണ്ടോ നെക്സ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന. അപ്പോൾ സമയം ലേറ്റ് ആയിക്കണം. അപ്പോൾ അതിൽ ഒരു കുറുക്ക് വഴി ഉണ്ട്. മണ്ടാണ് പറഞ്ഞത്. 472 രൂപ കിട്ടും. അപ്പോൾ നമ്മളുള്ളത് പത്തിരിപ്പാലം മെട്രോ സ്റ്റേഷനാണ്. നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. മെട്രോന്റെ തൊട്ടപ്പുറം CNG പമ്പ് ഉണ്ട്. നമുക്ക് അതിന് ശേഷം ഒരു ട്രിപ്പ് ഇവിടേക്ക് ഏലൂർക്ക് അടിച്ചു. ഏലൂരുണ്ടോ വരാപ്പൊളി. അവിടെ എത്തി ഡ്രോപ്പ് ചെയ്ത ഉടനെ നമ്മൾ അത് എത്തുന്നതിന് മുമ്പ് തന്നെ CNG വാണിംഗ് ലൈറ്റ് എത്തി. അപ്പോൾ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു എടപ്പള്ളിക്ക്. അപ്പോൾ ഞാൻ വേടുത്തു. അപ്പോൾ ഇവിടെ പത്തിരിപ്പാലം മെട്രോന്റെ താഴത്തേക്കാണ് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത്. ഞാൻ അവിടെ പോയിട്ട് CNG അടിക്കട്ടെ. ഞാൻ ടീ ബ്രേക്കിൽ ഇട്ടുകയായിരുന്നു. ഈ ട്രിപ്പ് കയറുമ്പോൾ തന്നെ ടീ ബ്രേക്കിലിട്ടു. പിന്നെ നമ്മൾ പോരുമ്പോൾ നമുക്ക് റാപ്പിഡോയിൽ ഒരു 240 രൂപയുടെ ട്രിപ്പ് അടിച്ചു 10 കിലോമീറ്റർ. ഇനിയിപ്പോൾ ഏതായാലും പോയി CNG അടിക്കട്ടെ. പിന്നെ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 2.2 കിലോമീറ്റർ. ഇപ്പോൾ ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരാണിൻ്റെ പേരായിരുന്നു. ഇപ്പോൾ ടിന എന്നായിട്ടുണ്ട്. ടിന പെണ്ണിൻ്റെ പേരാണോ അറിയില്ല. അപ്പോൾ നമ്മൾ CNG അടിച്ചപ്പോൾ ഊബർ ഓഫ്ലൈനാണല്ലോ. റാപ്പിഡോയിൽ ട്രിപ്പ് വന്ന് എടുത്ത് പമ്പെന്നാണ് ഇറങ്ങിയപ്പോൾ ക്യാൻസലായി. അപ്പോൾ അതാ വീണ്ടും ഇവിടെ സൈഡാക്കിയപ്പോൾ അതേ സ്ഥലത്ത് നിന്ന് ഈ മരോട്ടിച്ചോട് തന്നെ ഇടാം ട്രിപ്പ് അടിച്ചതിന് പോയി പിക്ക് ആട്ടി. 250 എത്ര ഉണ്ട്. നേരത്തെ ഇതേ സെയിം റേറ്റ് തന്നെ ആയിരുന്നു.
ചിലപ്പോൾ വേറെ ആൾ ബുക്ക് ചെയ്തതാവും. നമ്മളെ റാപ്പിഡോൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ, അത് 259 രൂപയായിരുന്നു. കിലോമീറ്ററിന് 19 രൂപ വെച്ചിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ 13 കിലോമീറ്റർ 26 മിനിറ്റ് കൊണ്ട് എത്തി. നമ്മൾ ആലുവക്ക് അതിന് ഡ്രോപ്പ് ഉണ്ടായിരുന്നു, ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ അവിടെ നമ്മളെ സ്ഥിരം സ്പോട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ കുറേ സമയമായിട്ട് ഒരു 3/4 മണിക്കൂറായി ഉണ്ടാവും. 11:15 കഴിഞ്ഞു. അപ്പോൾ ചെറിയ ചൂട് വരൽ തുടങ്ങി, വെയിൽ വരൽ തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ മാറ്റിൽ നല്ല ചളിയുണ്ട്, മഴ ആയതുകൊണ്ട്. ഇവിടെ കുഴപ്പമില്ല. ഈ 2 മാറ്റൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് പോവാം. കാറ് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടോ, നമ്മളെ ബ്രഷ് കാണാനില്ല ഡിക്കിയിൽ. അപ്പോൾ ജസ്റ്റ് ടയർ മുട്ടൊന്ന് കൊട്ടിയിട്ടുണ്ട്. ആ കളറ് പോകില്ല, ചവിട്ടിൻ്റെ പാടാണ്. പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ക്ലീൻ ചെയ്തിട്ടില്ല, നമ്മളിവിടുത്തെയും ഒന്ന് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് തിരക്കാം. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടപ്പോൾ കുറച്ച് നേരം തിന്നതാണ്. ഇവിടെ ഒരു അൾട്ടണ്ണൂർ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ചെണ്ണം പോയിട്ട് എവിടെന്നെങ്കിലും ഒരു ചായ എന്തെങ്കിലും കൊടുക്കാം, ചെറിയൊരു തലവേദന ഉണ്ട്. ഞാനിങ്ങനെ പോന്ന് നമ്മുടെ അൽസാജ് ഹോട്ടലുണ്ടല്ലോ, അവിടുന്ന് പാലം കയറിയിട്ട് പോന്നിട്ടോ. പാലാണ് ബാക്കിലുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തിയതോടെ ഈ കാറിൻ്റെ ബാക്കിൽ ഒരു പായസക്കട ഉണ്ട് കേട്ടോ. അവിടുന്ന് ഒരു പായസം കുടിക്കാമെന്ന് എഴുതിയിട്ട് ഇവിടെ സൈഡാക്കിയതാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഊണിൻ്റെ ബോർഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. സമയം 11:30 ആയിട്ടുള്ളൂ, എന്നാലും കുഴപ്പമില്ല, ഊണ് കഴിക്കാം. പായസം പിന്നെ കുടിക്കാം. ഊണ് കഴിച്ചാൽ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഊണ് കഴിച്ചു തരാം. ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ, സഞ്ജയ് ചൊവ്വരക്കടവോ 1 പോയിന്റ് എത്രയുണ്ട് പിക്കപ്പ്, 1.1. ഞാനവിടെ ചെന്നപ്പോഴേ ചോറായിട്ടില്ലാണ്. സമയം 12:15 ആവും ചോറാവാനാണ്. അപ്പോൾ കഞ്ഞി ഉണ്ടായിരുന്നു, എന്നാൽ കഞ്ഞി മതിയാണ്. അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതാ. അപ്പോൾ അതൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ട്രിപ്പ് എടുക്കാൻ പോട്ടെ. ചേരാനെല്ലൂർക്ക് കേട്ടോ 290 എത്ര ഉണ്ട് പേയ്മെൻറ്റ്. ഇതായിരുന്നു കേട്ടോ നമ്മളെ ചേരാനെല്ലൂരത്തെ കസ്റ്റമർ. ആ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നേ, മറ്റോ ബുക്ക് ചെയ്ത ചങ്ങായിയാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 300 രൂപയാണ് ടോട്ടലായത്. ആ ചേച്ചിക്ക് നല്ല വിവരം കേട്ടോ, മറ്റേ രാഷ്ട്രീയ പരിപാടികൾ മുഴുവൻ പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ രാഷ്ട്രീയം ശരിക്കും അറിയില്ല. ചേച്ചി പറയണതിന് മൂളിക്കൊടുക്കുക തന്നെ. ചേച്ചി എന്തൊക്കെയാ പിണറായിനെ പറയും, നരേന്ദ്രമോദിനെ പറയും, അങ്ങനെ കുറേ മൂളിക്കൊടുത്തിട്ട് എത്തി ലാസ്റ്റ്. നല്ല വിവരമുണ്ട്. ഇനിയിപ്പോ അവിടെ വണ്ടി ഓടിക്കായിരുന്നു, ചേച്ചി അവിടെ ഓടിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നല്ല ചളിയാണ്, ആകെ ചളി കളിക്കും. അപ്പോൾ കുറച്ചൊന്ന് റിവേഴ്സ് പോന്നാൽ ഇവിടെ വേറെ റോഡുണ്ട്, ആ റോട്ടുകൾ കയറാം. ഒരു 20 മീറ്ററും കൂടി പോന്നാൽ സ്ഥലത്ത്. നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാം. 12:15 സമയം. ഇപ്പോൾ ഊണ് കഴിച്ചിട്ടാണ് പോവാം. ഈ ഹോട്ടലിൽ നിന്ന് ഞാൻ കുറേ വട്ടം ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ പാർക്കിങ് അവിടെ ഒരു തണലുള്ള പാർക്കിംഗ് ഉണ്ടായിന്, അത് കൊണ്ടുപോയി. നമുക്ക് ഇവിടെ ഇടാം, വണ്ടി ഇവിടെ ഇടാം. അപ്പം ഞാൻ ഊണ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആലുവ UC കോളേജിൻ്റെ അവിടേക്കായിരുന്നു ആ ട്രിപ്പ് ഉണ്ടായിരുന്നത്. 211 രൂപയുടെ ട്രിപ്പായിരുന്നു, 13.39 കിലോമീറ്റർ. അപ്പോൾ ഇതിപ്പോൾ UCൻ്റെ അവിടെ അടുത്ത് ഒരു ചെറിയ റോട്ടിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, അത് നമ്മളൊരു സ്പോട്ടായിരുന്നു. ഞാനത് കണ്ടിട്ടാണ് വന്നത്. പക്ഷെങ്കിൽ അവിടെ വേറെ ഏതൊരു വേഗനാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് അപ്പുറത്ത് സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു 1/2 മണിക്കൂറേ നിൽക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ഉള്ളിലാണ്, ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് കുറവാണ്. ഇനി എവിടെയും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ പോവും. നമ്മൾ പറഞ്ഞ സമയമായില്ല, അപ്പം നമുക്കൊരു തൈക്കാവ്ക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിക്ക് ട്രിപ്പ് അടിച്ചിട്ടില്ല കേട്ടോ. ഇത് ഓഫ് ചെയ്താണ്ട് വിശ്രമിക്കുകയാണോ എന്നറിയില്ല. UC കോളേജിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. നമ്മളെ കസ്റ്റമറേ ഈ സാറായിരുന്നു കേട്ടോ, പോലീസുകാരനായിരുന്നു. ഞാൻ പോലീസുകാരനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വണ്ടി കയറുമ്പോഴേ അവിടെ ആളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ ഫോൺ വിളിച്ചിങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ആളാന്ന് വിചാരിച്ചൊരു വൈറ്റ് ഷർട്ട് ഇട്ടിട്ട്. അതെ അയാൾ തന്നെയാണിത്. വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഷർട്ട് മാറിയതാണ്, ഞാൻ മറന്നു. എന്തോ മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ അപ്പോൾ പോലീസുകാരനാണ്. അപ്പോൾ ഇടയ്ക്കിട്ട് ഇങ്ങനെ കോളിയുണ്ട്. ഇയാൾ വണ്ടി കയറിയപ്പോൾ ഫോൺ വിളിക്കുക. അപ്പോൾ ട്രാഫിക് നമ്മളെ ആലുവൻ്റെ അടുത്ത സിഗ്നലിന്നേ. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഒരു കോൾ എന്തോ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വിളിച്ചതേ അവിടുത്തെ സിഗ്നലൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ കരുതി നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ മെയിനത്തരം പറയാക്കിയിരുന്നു എഴുതി. പിന്നെ സിഗ്നലൊക്കെ ഇവർ പറയുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കണേ എഴുതി. ഇപ്പോഴാണ് മനസ്സിലാണ് ഇത് ഇവർ സ്കൂൾക്ക് എന്തോ കുട്ടികൾക്ക് ട്രാഫിക്കിനെ പറ്റി എന്തോ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സാറ്. ഞാൻ പിന്നെ പേയ്മെൻറ്റ് വാങ്ങുമ്പോഴല്ലേ നോക്കുമ്പോഴല്ലേ യൂണിഫോം കാണുന്നത്. അതുവരെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു കണ്ണാശുപത്രിയിൽ നിന്ന് ആൾ ഇറങ്ങിയെന്ന്. അപ്പോൾ ആളൊരു വൈറ്റ് ഷർട്ടും കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് യൂണിഫോം. എന്തായാലേ അപ്പോൾ ഓലൊക്കെ ഒരു സുഖം. ട്രാഫിക്കിൽ വന്നാൽ വേഗം ട്രാഫിക് ഓണാക്കാം, നേരെ വിളിച്ച് പറയുക, സംഭവം ഓണാക്കി തരും. മറ്റേത് ഞങ്ങളവിടെ ട്രാഫിക്കിൽ കടന്നോക്കണം കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലോണ്. പിന്നീട് ഇങ്ങോട്ട് തിരിച്ചടിച്ചപ്പോഴാണ് ആൾ പറയണത് കേട്ടോ. ഞാൻ
ഏതായാലും ആ ട്രിപ്പ് കഴിഞ്ഞു. നമ്മളിത് ഇപ്പോഴാട്ടോ 1000 രൂപ വേണത് 2:15. സമയം 2:15 ആയിട്ടുള്ളൂ അല്ലേ. എനിക്ക് മറ്റേ ക്ലൈമറ്റ് കാണുമ്പോൾ ഒരു ഈവനിങ് ആയൊരു ഫീലിങ്. അപ്പോൾ 125 രൂപയുടെ ട്രിപ്പായിരുന്നു ഈ ട്രിപ്പ്. 3.89 കിലോമീറ്റർ കേട്ടോ. ഡ്രോപ്പ് 13 മിനിറ്റ്. 180 ടോട്ടൽ വാങ്ങി, 125 നമുക്ക്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് എടുക്കട്ടെ. ഇതിപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം അടുത്താണ് ഈ ട്രിപ്പ്. നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ആശ്രയിൽ നിന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ക്യാൻസൽ ആവും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചെറിയ റോഡുണ്ടോ, ഇതിൽ വണ്ടി പോകൂല. അപ്പം ഞാനും മദ്രസിൻ്റെ അവിടെ ഉണ്ട്, ഇതിലെ വണ്ടി പോകുമെന്ന് ചോദിച്ചു. അപ്പം എന്നോട് വേഗം ചൂടായി ഇങ്ങോട്ട് പറഞ്ഞ് നിങ്ങളല്ലേ പോകൂല എന്ന് പറഞ്ഞു തന്നെ. അപ്പം എന്താ സംഭവം എന്നോ, വേറെ ഏതൊരു വണ്ടിക്കാരൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും 6 പേരായിട്ട്. അവർ 6 പേരുണ്ട്. 6 പേരുണ്ടെങ്കിൽ കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞു ഈ കസ്റ്റമർ വിളിച്ചപ്പോൾ. സമയം കസ്റ്റമർ ആയിട്ടാണ് തെറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, മറ്റാൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നേരെ അടുത്ത ഡ്രൈവറിന് ഓട്ടോമാറ്റിക്കലി ഇത് കണക്റ്റ് ആവും. അങ്ങനെ കണക്റ്റ് ആയിട്ട് പോന്നിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഡ്രൈവറാണ്. അപ്പോൾ എന്നോട് കാര്യം പറഞ്ഞു, ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കാത്ര, അവിടെ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ആളെ വണ്ടി കയറി പോയി. അപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരക്ക എത്ര 3 കിലോമീറ്റർ ആട്ടോ പിക്ക് ചെയ്യാൻ വന്നത്. ഇതിന് നമുക്ക് പൈസയും കിട്ടൂല, ചിലപ്പോൾ കിട്ടും അവർ ക്യാൻസൽ ചെയ്യണോണ്ട്. നോക്കി നോക്കട്ടെ എന്താ അവസ്ഥ നോക്കി നോക്കട്ടെ. ഇത് ചെറിയ റോഡാണ്, അവർക്ക് കയറാത്ത ഭാഗ്യം. കയറുന്നതിന് മുമ്പേ വിളിച്ചുകൊണ്ട് ഒരു 300 മീറ്ററും കൂടി ഉണ്ടോണ്ട് അവർക്ക്, അവരുടെ അടുത്തേക്ക് 200 മീറ്റർ ഉണ്ടാവും. അപ്പം അങ്ങോട്ട് വണ്ടി പോകില്ല. അപ്പോൾ അതൊന്ന് ക്യാൻസലായി കിട്ടണം. പൈസ കിട്ടുമായിരിക്കും, പക്ഷേ എങ്കിലും നമ്മൾ ഇത്രയും പോകുന്ന ഭയങ്കര കുണ്ടും കുഴിയുള്ള റോഡായിരുന്നു. പാടത്ത് കൂടി നമുക്ക് നഷ്ടമായി. നമ്മളെ ഫോണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ആയി. സ്വിച്ച് ഓഫ് ആവലും അതിങ്ങനെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വിച്ച് ഓഫ് ആണ്. അപ്പം ക്യാൻസൽ ആവുന്ന സൗണ്ട് ഞാൻ കേട്ടു കേട്ടോ. ക്യാൻസൽ ആയിട്ടുണ്ട്, ട്രിപ്പ് ക്യാൻസൽ ആയിട്ടുണ്ട്. അതിന് പൈസ ഇട്ടിക്കണമെന്ന് അറിയില്ല. കിട്ടേണ്ടതാണ്, ഒരു 15,000 കിട്ടണം. ഇവിടെ നോക്കാം നല്ലൊരു കുളം. ഞാൻ വണ്ടി ഇവിടെ റിവേഴ്സിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ കുളം കണ്ടത്. റോഡ് സൈഡിൽ തന്നെ നല്ല അടിപൊളി കുളം. ഇനിയിപ്പോൾ അത് ഓപ്പൺ ആയി വരട്ടെ. ഒരു 15 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഫോൺ ഓണായി, പക്ഷേങ്കിൽ നമുക്ക് പൈസ ഇട്ടിയില്ല. അതെന്ത് സംഭവം ചോദിച്ചാൽ അവർ ഏകദേശം അടുത്തെത്തിയിട്ട് ആ ഒരു സമയം ഇതാവുമല്ലോ, ലോഡാവുമല്ലോ. അപ്പോൾ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. 200 മീറ്ററും കൂടി ഉണ്ടായിരുന്നുള്ളൂ ആ സമയം ആവാൻ. അത്രയും പോകുന്നത് എന്തായാലും വെറുതെ ആയി. പിന്നെ 6 പേരാണ് അവർ. എന്നിട്ട് അവർ ചൂടാവുക പറഞ്ഞാൽ മറ്റേ ഡ്രൈവറാണ് എഴുതിയിട്ടാണ് ചൂടാവണത്. എന്നാലും അവരങ്ങനെ ചൂടാൻ പാടില്ല. 6 ആൾക്കാർ വന്നിട്ട് ഊബർഗോ ബുക്ക് ചെയ്ത് വേണ്ടി. ഏതായാലും അതോടെ കഴിഞ്ഞു. സമയം 5 മണിയായിട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു ഒരു ട്രിപ്പ് അടിക്കാത്തൊരു കുന്നത്തേരി പറഞ്ഞിട്ട്, കുന്നത്തേരിയിൽ നിന്ന് ട്രിപ്പൊക്കെ അടിക്കും അങ്ങനത്തെ ഒരു സ്പോട്ടിലായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ട്രിപ്പ് അടിച്ചു 460. ഞാൻ അടുത്തില്ല, 31 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഭയങ്കര നഷ്ടമാണ്. ഇത് പിന്നെ പിഴലേക്കായിരുന്നു. പിഴല അത് 300 എത്ര ഉണ്ടായിരുന്നു, 340. അപ്പോൾ അതേതായാലും ഇങ്ങനെ ആയി. ഇനി നേരെ കാലടിച്ച് പോട്ടെ. ഈ റോഡ് എവിടുക്കാന്ന് അറിയില്ല. ഞാൻ ആ ഭാഗത്തു നിന്നാണ് വന്നത്. ഈ ഭാഗത്തേക്ക് പോയി എവിടേക്ക് എത്താൻ നോക്കട്ടെ. ആ വഴി ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോകുന്നപ്പോഴേ നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പെരുമ്പാവൂരിലേക്ക്. 340, 18 കിലോമീറ്റർ ഉള്ളൂ. മറ്റേ ക്യാൻസലായ ട്രിപ്പിൻ്റെ കിലോമീറ്റർ കുറവാണ്. സൗമ്യ അല്ലമീൻ കോളേജ് എന്നാണ് കാണുന്നത്. 2 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. ഫ്രണ്ടിൽ തന്നെയാണ്, പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. സമയം 9:15 നമ്മൾ എല്ലാം ഓഫ് ചെയ്തു. ആ പെരുമ്പാവൂരിൻ്റെ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറിയൊരു കടയില്ല. അപ്പം നമുക്ക് ആദ്യം ട്രിപ്പ് അടിച്ചു, ഞാൻ എടുത്തില്ല. പിന്നെ ഒരു ട്രിപ്പ് അടിച്ചു, അത് അങ്കമാലിക്ക് അടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂറോളം അങ്കമാലിയിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ആലുവ തോട്ടക്കാട്ടിലേക്ക് അടിച്ചു. അവിടുന്ന് നേരെ പോന്ന് നമ്മളെ കളമശ്ശേരി എത്തിയപ്പോൾ നേരെ ചിറ്റൂർക്ക് അടിച്ചു. ചിറ്റൂർ അമ്പലത്തിൻ്റെ ഏകദേശം ആ ഭാഗത്തേക്ക്. അത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ ഊബർ ഓഫ് ചെയ്ത് പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് പോകുന്നത്. ഇതപ്പോൾ സമയം 9:16 ആയി. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിഷയങ്ങൾ. അപ്പോൾ ഇനി നാളെ കാണാം.